നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം മരണസംഖ്യ 200 കടന്നു. പ്രദേശത്ത് രക്ഷാദൌത്യം തുടരുന്നു. വയനാട് മുണ്ടക്കയിൽ ദുരന്തഭൂമിയിലേക്കുള്ള സന്ദർശനം. കൊട്ടിയൂർ ചെക്ക് പോസ്റ്റിൽ കർശന പരിശോധനയും ഗതാഗത നിയന്ത്രണവും. കണിച്ചാർ പഞ്ചായത്തിലും ഭൂമിയിൽ വിള്ളൽ. സെമിനാരി വില്ലയിലെ എസ്റ്റേറ്റിൽ 3 ഏക്കറോളം ഭൂമിയാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. വെള്ളറ നിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. മണ്ണിടിച്ചിൽ ഭീഷണി. കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇരട്ടിയിൽ 2ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പ്. മലവെള്ളപ്പാച്ചിലിൽ തകർന്ന കീഴ്പള്ളി പരിപ്പുത്തോട് താൽക്കാലിക പാലം നാട്ടുകാർ പുനർനിർമ്മിച്ചു. വാർത്തകൾ വിശദമായി. കണ്ണീരായി മുണ്ടക്കൈ. ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 200 കടന്നു. ഈ കണക്ക് ഇനിയും ഉയരാനാണ് സാധ്യത. സൈന്യം രക്ഷാദൌത്യം തുടരുന്നു. തെരച്ചിൽ ദുഷ്കരമാക്കി മഴ. വയനാട് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു. വയനാട് ദുരന്തത്തിൽ കനത്ത മഴയിലും രക്ഷാദൌത്യം തുടരുകയാണ്. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവർ ഏറെയാണ്. ആദ്യ ദിനം മോശം കാലാവസ്ഥ മൂലം താൽക്കാലികമായി നിർത്തിവെച്ച രക്ഷാദൌത്യം ബുധനാഴ്ച അതിരാവിലെ തുടങ്ങിയിരുന്നു. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായത് 225 പേരെയാണെന്നാണ് ഔദ്യോഗിക കണക്ക്. റവന്യൂ വകുപ്പാണ് വിവരം പുറത്തുവിട്ടത്. ഇതോടെ മരണസംഖ്യ ഇനിയും ഏറെ ഉയരാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും ശക്തമാണ്. 191 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. മേഖലയിൽ സൈന്യവും ദുരന്ത നിവാരണ സേനയും അഗ്നിശമന സേനയും പോലീസും സന്നദ്ധ പ്രവർത്തകരും തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ. വയനാട് മുണ്ടക്കയിൽ ദുരന്തഭൂമിയിലേക്കുള്ള സന്ദർശനം ഗതാഗത തടസ്സമുണ്ടാക്കുന്നതായും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നും റിപ്പോർട്ട്. കൊട്ടിയൂർ ചെക്ക് പോസ്റ്റിൽ കർശന പരിശോധനയും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. വയനാട് മുണ്ടക്കയിൽ ദുരന്തഭൂമിയിലേക്കുള്ള സന്ദർശനം അമിത ഗതാഗത തടസ്സമുണ്ടാക്കുന്നതായും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നതായും കണ്ണൂർ കലക്ടർ അറിയിച്ചതിനെ തുടർന്ന് കൊട്ടിയൂർ ചെക്ക് പോസ്റ്റിൽ കർശന വാഹന പരിശോധനയും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. പേരാവൂർ ഡിവൈഎസ്പിയാണ് നേതൃത്വം നൽകുന്നത്. കേളകം SI ശ്രീജേഷിന്റെ മേൽനോട്ടത്തിലാണ് പരിശോധനയും ഗതാഗത നിയന്ത്രണവും നടക്കുന്നത്. സർക്കാർ വാഹനങ്ങളെയാണ് പ്രധാനമായും കടത്തിവിടുന്നത്. വയനാട്ടിലേക്ക് പോകുന്നവർ നിർബന്ധമായും വയനാട് താമസക്കാരാണെന്ന് തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ കരുതണം. യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ കടത്തിവിടൂ. അല്ലാത്തവരെ ചെക്ക് പോസ്റ്റിൽ വെച്ച് തിരിച്ചുവിടുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കണിച്ചാർ പഞ്ചായത്തിലും ഭൂമിയിൽ വിള്ളൽ. സെമിനാരി വില്ലയിലെ എസ്റ്റേറ്റിൽ 3 ഏക്കറോളം ഭൂമിയാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ഇതിന്റെ താഴ്ഭാഗത്തെ താഴെ വെള്ളറ നിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. കേളകം ഗ്രാമപഞ്ചായത്തിലെ അടക്കാത്തോട് കൈലാസം പടിയിലും മാനന്തവാടി നെടുമ്പോയിൽ ചുരം പാതയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വിള്ളലിന് സമാനമായാണ് കണിച്ചാർ പഞ്ചായത്തിലെ സെമിനാരി വില്ലയിലെ എസ്റ്റേറ്റ് ഭൂമിയിലും വലിയ വിള്ളൽ രൂപപ്പെട്ട് റോഡ് ഉൾപ്പെടെ ഭൂമിയും 1 മീറ്ററോളം താഴ്ന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് ഭൂമിയിൽ ഇത്തരത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. സെമിനാരി വില്ലയിലും ഭൂമിയിൽ വിള്ളൽ കണ്ട സാഹചര്യത്തിൽ കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ. സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാകാം ഇതെന്നാണ് കരുതുന്നത്. ഉപരിതല പാളിയിൽ നിന്നും ഒരടിയോളം നിരങ്ങി 1 മീറ്ററോളം ഭൂമി താഴുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 ഏക്കറോളം സ്ഥലത്താണ് ഇത്തരത്തിൽ വിള്ളൽ രൂപപ്പെട്ടതെന്ന് വാർഡ് മെമ്പർ ഷോജത് ചന്ദ്രൻകുന്നേൽ പറഞ്ഞു. വൈകുന്നേരം ഇവിടെയുള്ള വെള്ളറ കോളനിയിലുള്ള ആളുകളാണ് ഞങ്ങളോടിങ്ങനെ ഈ ഭൂമി വിണ്ട് കയറി നിൽപ്പുണ്ട്, അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭീഷണിയാണ്, ഒന്ന് വന്ന് നോക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാനും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം 3 കിലോമീറ്ററിലെ 3 ഏക്കർ സ്ഥലത്തോളം ഏകദേശം ഭൂമി വിണ്ട് കയറി താഴേക്ക് 1.5 മീറ്റർ താഴേക്ക് ഭൂമി താന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ശക്തിയായ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം ഇറങ്ങും. അങ്ങനെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ താഴേക്ക് വല്ലാത്ത അപകടാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ സബ് കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഈ പുഴ പോകുന്നതിൻ്റെ സൈഡിലുള്ള ആളുകളെ മാറ്റി താമസിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അത് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. ഈ പുഴ അങ്ങ് പോകുന്നതനുസരിച്ച് ഒരുപാട് കുടുംബങ്ങളുണ്ട്. തൊട്ട് താഴെ തന്നെ നമ്മളിപ്പോൾ നിലവിൽ ക്യാമ്പ് താമസിക്കുന്ന ആ ഭാഗങ്ങളിൽ ഒരു 10-15 കുടുംബങ്ങൾ അവിടെ തന്നെയുണ്ട്. പിന്നെ താഴേക്ക് വേറെയുണ്ട്, അതിന് മേലേക്ക് കുറച്ച് കുടുംബങ്ങളുണ്ട്. വിള്ളലിന് വ്യാപ്തി വർദ്ധിച്ചതോടെ ഇതിന് താഴ്ഭാഗത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കണ്ണൂർ സബ് കളക്ടർ സന്ദീപ് കുമാർ കണിച്ചാർ പഞ്ചായത്തിലെ സെമിനാരി വില്ലയിലെ എസ്റ്റേറ്റ് ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ട പ്രദേശം പരിശോധന നടത്തി. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ, വാർഡ് മെമ്പർ ഷോജത് ചന്ദ്രൻ കുന്നേൽ തുടങ്ങിയവരും കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു.
2022-ലുണ്ടായ ഉരുൾപൊട്ടലിന്റെ 2ാം വാർഷികത്തിലാണ് വെള്ളറയിൽ വീണ്ടും പ്രളയമെത്തിയത്. കണിച്ചാർ പഞ്ചായത്തിലെ പൂളക്കുറ്റി വെള്ളറ മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു കുട്ടിയടക്കം 3 പേർ മരിക്കുകയും 8ഓളം വീടുകൾ പൂർണ്ണമായും 32 വീടുകൾ ഭാഗികമായും തകരുകയും ചെയ്തിരുന്നു. 2022-ന്റെ ഉരുൾപൊട്ടലിന്റെ വാർഷികത്തിലാണ് വീണ്ടും ഈ പ്രദേശത്ത് മലവെള്ളമെത്തിയത്. കണ്ണോം വനമേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് വെള്ളപ്പൊക്കത്തിൽ കനത്ത നാശം നേരിട്ട കണിച്ചാർ താഴെ വെള്ളറയിലെ 6 കുടുംബങ്ങളെ റവന്യൂ പഞ്ചായത്ത് അധികൃതർ മാറ്റിപ്പാർപ്പിച്ചു. താഴെ വെള്ളറയിലെ കളപ്പുരക്കൽ രാജു, പത്മനാഭൻ കുന്നേൽ, കുന്നമ്മേൽ ഗിരീഷ്, വാസു, തോട്ടത്തിൽ സജി, പഴയപറമ്പിൽ സെബാസ്റ്റ്യൻ തുടങ്ങിയവരുൾപ്പെടെ 25ഓളം അംഗങ്ങളെയാണ് വെള്ളറ സാംസ്കാരിക കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിലുണ്ടായ പ്രദേശത്തെ നിരവധി കർഷകരുടെ വീടുകളും കൃഷിയിടങ്ങളും വെള്ളം കയറി നശിച്ചിരുന്നു. കണിച്ചാർ, കേളകം, കോളയാട്, കൊട്ടിയൂർ പഞ്ചായത്തുകളിലെ 37 ഇടങ്ങളിലായിരുന്നു അന്ന് ഉരുൾപൊട്ടലുണ്ടായത്. കണിച്ചാർ പൂളക്കുറ്റി വെള്ളറ മേഖലയിൽ ഒരു കുട്ടിയുൾപ്പെടെ 3 പേർ മരിക്കുകയും 8ഓളം വീടുകൾ പൂർണ്ണമായും 32 വീടുകൾ ഭാഗികമായും തകരുകയും ചെയ്തിരുന്നു. കണിച്ചാർ വെള്ളറയിലെ അരുവിക്കൽ ഹൗസിൽ രാജേഷ്, പൂളക്കുറ്റി പ്രാഥമികാരോഗ്യ കേന്ദ്രം ജീവനക്കാരി നദീറ ജെ റഹീമിൻ്റെ 2.5 വയസ്സുകാരി നുമ തസ്മീൻ, കണിച്ചാർ വെള്ളറയിലെ മണാളി ചന്ദ്രൻ എന്നിവരാണ് മരണത്തിന് കീഴടങ്ങിയത്. ഏക്കർ കണക്കിന് കൃഷിയും കൃഷിയിടവും ഒലിച്ചുപോയിരുന്നു. അന്നത്തെ ദുരിതത്തിൽ നിന്നും കരകയറാൻ മോഹിച്ച കർഷകർക്ക് മേൽ വീണ്ടും ദുരിതമഴയായാണ് തിങ്കളാഴ്ച രാത്രിയോടെ ഉണ്ടായ മലവെള്ളപ്പാച്ചിൽ എത്തിയത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. ശാന്തിഗിരിയിലെ വിള്ളൽ 18 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത്. ശാന്തിഗിരി കൈലാസം പടിയിലെ ഭൂമിയിൽ വിള്ളൽ സംഭവിച്ച സാഹചര്യത്തിൽ 18 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. കൈലാസം പടിയിലെ 11 കുടുംബങ്ങളെയും സമീപത്തുള്ള 7 കുടുംബങ്ങളെയുമാണ് ശാന്തിഗിരി കോളിത്തട്ട് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലക്കുറ്റ്, വാർഡ് മെമ്പർ സജീവൻ പാലുമി, ജില്ലാ പഞ്ചായത്ത് അംഗം ലിസി ജോസഫ്, സന്തോഷ് ജോസഫ് മണ്ണാർകുളം, ജോർജ് കുട്ടി കുപ്പക്കാട്ട്, എക്സൈസ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവർ ചേർന്നാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ പ്രവർത്തനത്തിൽ നേതൃത്വം നൽകിയത്. ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ലയിൽ ദുരന്തങ്ങൾ വല്ലാത്ത രീതിയിൽ നമ്മളെ എല്ലാം നടത്തിക്കൊണ്ട് മരണം ഏകദേശം 160-160-നോടടുത്ത് എത്തി. ഇനിയും കുറേ ശരീരങ്ങൾ കണ്ടുകിട്ടാനുള്ള അവസ്ഥയിലൊക്കെയാണുള്ളത്. അപ്പം നമ്മുടെ ഈ 7ാം വാർഡിൽ ക്യാമ്പ് തുടങ്ങണമെന്ന് നേരത്തെ ആലോചിച്ചു. അതിന് ഫലമായിട്ട് ഇവിടെയുള്ളവരെ വിവരങ്ങൾ അറിയിച്ചു. എല്ലാവരും ക്യാമ്പിലേക്ക് വരാൻ വിസമ്മതിച്ചുകൊണ്ട്, പക്ഷേ ഇപ്പം ജില്ലാ കളക്ടർ ക്യാമ്പ് ഇവിടെ നടത്തണം എന്ന കർശനമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ ക്യാമ്പ് തുടങ്ങിയാണ്. ഏകദേശം 17 കുടുംബങ്ങളെയാണ് ഈ ക്യാമ്പിലേക്ക് ഇന്ന് വരുന്ന സമയത്ത് വലിയ ഭീതിയിലൂടെ കടന്നു പോവുകയാണ്. ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. പരമാവധി ആളുകൾക്ക് വീട് കൊടുത്തുകൊണ്ട് പുനരധിവസിപ്പിക്കുക എന്നതിനപ്പുറത്തേക്കുള്ള ഒരു പരിഹാരം എന്ന നിലയിൽ ആർക്കും കണ്ടെത്താൻ വേണ്ടി കഴിയാത്ത ഒരവസ്ഥ നിലവിലുണ്ട്. നമ്മുടെ മുൻപിൽ ഇപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മളെല്ലാവരും രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി എല്ലാ ആളുകളും ഈ പ്രദേശത്തെ വേദനിക്കുന്ന ആളുകളോടൊപ്പം, ഭീതിയിൽ കഴിയുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുൻപോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദുരിതാശ്വാസ ക്യാമ്പിൽ സണ്ണി ജോസഫ് MLA യും സന്ദർശനം നടത്തി. കേരളത്തെ ശാന്തിഗിരി LP സ്കൂളിൽ പെട്ടെന്ന് ആരംഭിച്ചിട്ടുള്ള ഈ ഒരു ക്യാമ്പിലാണ് ഇപ്പം നമ്മളെല്ലാവരും ഉള്ളത്. ഇവിടെ 1-2 പ്രദേശങ്ങളിൽ കാലാവസ്ഥ രൂക്ഷമായതിനെ തുടർന്നുള്ള പ്രയാസങ്ങളുണ്ട്. ഭൂമി വിണ്ടുകീറുന്ന പ്രതിഭാസമുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ മണ്ണിടിഞ്ഞു വീണ് വീടുകൾക്ക് ഭീഷണി ഉണ്ടായിട്ടുള്ള, അതുപോലെ കഴിഞ്ഞ ദിവസം വനത്തിൽ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലും അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനേതായാലും താൽക്കാലിക ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്കാണ് ഈ ക്യാമ്പിലേക്ക് ഇവിടെ ജനപ്രതിനിധികളെല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത്. കാലാവസ്ഥ ഒന്ന് മെച്ചപ്പെട്ടാൽ ഇവർക്ക് വീടുകളിലേക്ക് മടങ്ങാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സ്കൂൾ ഏതായാലും സാമാന്യേന സൗകര്യപ്രദമായ സ്ഥലമാണ്. ഈ ക്യാമ്പിലേക്ക് വരാൻ കുറേ ആളുകൾ തയ്യാറായി. ആവശ്യമായിട്ടുള്ള ശ്രദ്ധ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും നൽകുന്നുണ്ട്. ക്യാമ്പെന്ന് കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. മഴ ശക്തമായി വരുന്ന സാഹചര്യത്തിലാണ് ഭീഷണിയുള്ള 18 കുടുംബങ്ങളെ അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ നിർദ്ദേശം നൽകിയത്. സണ്ണി ജോസഫ് MLA യോടൊപ്പം ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോയും ഉണ്ടായിരുന്നു. ഹൈവിഷൻ ന്യൂസ്, കേളകം. കുന്നിടിഞ്ഞ് വീടുകൾ അപകടാവസ്ഥയിൽ. ഇരിട്ടിമാടത്തിൽ കല്ലുമുട്ടി മേഖലയിലെ 3 വീടുകളാണ് അപകട ഭീഷണിയിലായത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിലാണ് വീടുകൾക്ക് സമീപമുള്ള കുന്നിടിഞ്ഞ് വീടുകൾ അപകട ഭീഷണിയിലായത്.
ഇരട്ടി കല്ലുമുട്ടിയിലെ കിഴക്കേ കുഴിപ്പള്ളി ജിതീഷിന്റെ വീടിന് പുറകുവശത്തെ കുന്നാണ് ഇടിഞ്ഞ് മണ്ണ് ചുവരിലേക്ക് വീണത്. വീട്ടുകാർ ബന്ധുവീട്ടിലേക്ക് മാറി. കുഞ്ഞിപ്പറമ്പത്ത് സുഹറയുടെ വീടിനും മാവിലേക്കണ്ടി വിജേഷിന്റെ വീടിനും കുന്നിടിഞ്ഞ് ഭീഷണിയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. മതിൽ തകർന്ന വീട് അപകടാവസ്ഥയിൽ. മാലൂർ ശിവപുരം ഹൈസ്കൂളിന് സമീപം ചൂരിയോട്ട് ബഷീറിന്റെ മതിലാണ് പൂർണ്ണമായും തകർന്നത്. ആളപായമില്ല, വീടിന് കേടുപാടുകൾ സംഭവിച്ചു. മാലൂർ ഗ്രാമപഞ്ചായത്തിലെ ശിവപുരം ഹൈസ്കൂളിന് സമീപത്തെ ചൂരിയോട്ട് ബഷീറിന്റെ മതിൽ തകർന്നാണ് വീട് അപകട ഭീഷണിയിലായത്. ആളപായമില്ലെങ്കിലും വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീട്ടുകാരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. സംഭവസ്ഥലം മാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമവതി, വാർഡ് മെമ്പർ പ്രഭാകരൻ, കാഞ്ഞിരോട് രാഘവൻ മാസ്റ്റർ, കെ ഗോപി, താജുദ്ദീൻ പാറയമൽ, ടി ലത്തീഫ്, ഫസൽ വി പി, ഹനീഫ ചൂരിയോട്, എ ജയരാജൻ, ജംനാസ് ശിവപുരം തുടങ്ങിയവർ സന്ദർശിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കനത്ത മഴയിൽ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് തെറ്റുവഴി മരിയാഭവൻ, കൃപാഭവൻ, അഗതി അനാഥ മന്ദിരത്തിലെ അടുക്കളയിൽ വെള്ളം കയറി അടുക്കള ഉപയോഗശൂന്യമായി. അന്തേവാസികൾക്ക് ഭക്ഷണം പാകം ചെയ്യാനാകാതെ അഗതി മന്ദിരത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. കനത്ത മഴയിൽ വനമേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്നായിരുന്നു കാഞ്ഞിരപ്പുഴ കരകവിഞ്ഞൊഴുകിയത്. പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് തെറ്റുവഴി മരിയാഭവൻ, കൃപാഭവൻ, അഗതി അനാഥ മന്ദിരത്തിലെ അടുക്കളയിൽ വെള്ളം കയറി അടുക്കള ഉപയോഗശൂന്യമായി. അന്തേവാസികൾക്ക് ഭക്ഷണം പാകം ചെയ്യാനാകാതെ അഗതി മന്ദിരത്തിൻ്റെ പ്രവർത്തനം വലിയ പ്രതിസന്ധിയിലായി. 2 ദിവസം മുമ്പുള്ള കനത്ത മഴയിലായിരുന്നു പുഴ കരകവിഞ്ഞൊഴുകുകയും അഗതി മന്ദിരത്തിൽ വെള്ളം കയറുകയും ചെയ്തത്. ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും മറ്റു സാധന സാമഗ്രികളും മുഴുവനായി നശിച്ചു. നിലവിൽ വെള്ളത്തിൻ്റെ സംവിധാനമാണ് ഇവർക്ക് ഇല്ലാത്തത്. മിനിഞ്ഞാന്ന് രാത്രി ഉരുൾപൊട്ടലിൽ വെള്ളം വന്ന് രാത്രി അങ്ങനെ വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞിങ്ങനെ വെള്ളം കയറുന്നുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ രാത്രി ഒരു 1:30 സമയമായി കാണും. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളെല്ലാവരെയും വിളിച്ച്, കറണ്ടൊന്നും ഇല്ലായിരുന്നു. ചെന്ന് നോക്കുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ മതിൽ കെട്ടിയിട്ടുള്ളതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. എന്നാലും അടിയിൽ നിന്ന് വെള്ളം കയറി വന്ന് പാത്രമൊക്കെ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേനും പിന്നെ അരി സാധനങ്ങളൊക്കെ ഞങ്ങൾ മേലോട്ട് കയറ്റി. പിന്നെ കുറച്ച് തേങ്ങ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഒഴുകിപ്പോയി. പിന്നെ എല്ലാ ചെടിയൊക്കെ കയറി, ഭക്ഷണമൊക്കെ പാകം ചെയ്തൊക്കെ കയറി. കുളത്തിലൊക്കെ നല്ല മുഴുവൻ ചെടി കയറിപ്പോയി. വെള്ളത്തിൻ്റെ സംവിധാനമാണ് ഇപ്പോൾ നമുക്ക് ഒട്ടും ഇല്ലാത്തത്. അപ്പോൾ അതിനിങ്ങനെ ഓരോരുത്തർ നമുക്ക് വെള്ളമൊക്കെ 2-3 പ്രാവശ്യം എത്തിച്ചു. പിന്നെ തൊട്ടടുത്ത കിണറ്റിൽ നമ്മൾ വെള്ളത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പൈപ്പും എല്ലാം വേണമല്ലോ. പെട്ടെന്ന് ഒരു പ്രതിസന്ധി ആയപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു വിഷയം വന്ന് വെള്ളം ഇല്ലാണ്ട് പിന്നെ അങ്ങനെ ആദ്യം ഞാൻ റൂംസിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ രാവിലെ ഭക്ഷണം അവരെത്തിച്ചു. പിന്നെ ഇപ്പോൾ ഓരോ സന്നദ്ധ സംഘടനകളൊക്കെ ഭക്ഷണം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ ഒരു തീരുമാനം ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. പിന്നെ മേലത്തെ നിലയിൽ ഒരു വട്ട ഒരു വീട്ടിൽ വീണിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നവർ അവിടെ ആസ്പെറ്റോസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഷീറ്റ് സ്ഥലത്തേക്കൊരു ഫ്ലെക്സ് വലിച്ച് കെട്ടി, എന്നാലും അത് എത്തിയിട്ടില്ല. ബാക്കി കൂടെ ഇനി ആക്കണം. അപ്പോൾ അവിടെ ഇങ്ങനെ ചോരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇപ്പം ഭക്ഷണം വെക്കാൻ പറ്റൂല. ഭക്ഷണം ഇപ്പം വെക്കാൻ പറ്റില്ല. അതിലൊന്ന് എല്ലാം ചെടിയെല്ലാം കോരി കളയണം. പിന്നെ നമുക്ക് കുടിവെള്ളത്തിൻ്റെ ഇപ്പം പെട്ടെന്ന് പ്രതിസന്ധിയായി പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെന്തെങ്കിലും തീരുമാനമായിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി നമുക്ക് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റത്തില്ല. നിലവിൽ എത്ര അന്തേവാസികളുണ്ട് ഇപ്പോൾ ഇവിടെ? 250ഓളം പേരുണ്ട് ഇവിടെ. 2 ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ. അപ്പോൾ സന്നദ്ധ സംഘടനകൾ ഭക്ഷണം എത്തിച്ച് നൽകുന്നുണ്ടോ? തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ 2 ദിവസം കൂടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കറിവെക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇവർക്കിപ്പോൾ കുടിക്കാനും കുളിക്കാനും ആവശ്യത്തിനുള്ള വെള്ളം തന്നെ തികയുന്നില്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെയൊക്കെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. അങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ അതിനെപ്പറ്റിയിട്ട് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ആളൊക്കെ നമുക്ക് കുറവല്ലേ. ഇപ്പോൾ എല്ലാം ഒന്ന് ഓടിച്ചേ ഉള്ളൂ. അതുകൊണ്ട് വൈകുന്നേരം കൊണ്ട് എങ്ങനെയെങ്കിലും അതിനൊരു തീരുമാനം ആക്കാൻ പറ്റും. നിലവിലുണ്ടായിരുന്ന 2 കിണറുകളിലും വെള്ളം കയറി കിണർ മലിനമായ അവസ്ഥയിലാണ്. അന്തേവാസികൾക്കുൾപ്പെടെ കുടിക്കാനും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും വാഹനത്തിൽ വെള്ളമെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള അന്തേവാസികൾക്കുൾപ്പെടെ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം എത്തിച്ചു നൽകുന്നത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മാറ്റിയ ചതുരോൾ 110 സങ്കേതത്തിലെ ആളുകളെ മഴയുടെ ശക്തി കുറയുന്നതുവരെ കീഴ്പള്ളി മാങ്ങോട് നിർമ്മല LP സ്കൂളിലെ ക്യാമ്പിൽ താമസിപ്പിക്കും. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ആറളം പഞ്ചായത്തിലെ ചതുരോൾ 110 ആദിവാസി സങ്കേതത്തിലെ 24 കുടുംബങ്ങളിലെ 126 പേരെയാണ് കഴിഞ്ഞ ദിവസം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത്. ഇവർ താമസിച്ച വീടുകൾക്ക് ഭീഷണിയായി കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു.
ഇതോടെയാണ് ആറളം പഞ്ചായത്ത് ആറളം വില്ലേജ് അധികൃതരുടെ നേതൃത്വത്തിൽ നിർമ്മല അടിച്ചുവാരി LP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത്. ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. വേലായുധൻ, ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ക്യാമ്പിലെത്തി. ആറളം ഗ്രാമപഞ്ചായത്തിലെ വിയറ്റ്നാം വാർഡിലെ ചതുരൂർ 110 ആദിവാസി കോളനി ആ പ്രദേശം ഉരുൾപൊട്ടൽ അപകട ഭീഷണി ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ 24 കുടുംബങ്ങളിൽ ഏതാണ്ട് 126 അംഗങ്ങളെയാണ് നമ്മളിപ്പോൾ മാങ്ങോട് നിർമ്മല അടിച്ചുവാരി സ്കൂളിൽ ഇപ്പോൾ ക്യാമ്പിൽ പാർപ്പിച്ചിട്ടുള്ളത്. ക്യാമ്പ് ഇന്നലെയാണ് ആരംഭിച്ചത്. ക്യാമ്പിൻ്റെ തുടർ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് രാവിലെ തന്നെ അടിയന്തര യോഗം കൂടി ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ 5 ദിവസമാണ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ ഈ 126 ആളുകളെയും ഇവിടെ പാർപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് പഞ്ചായത്ത്, റവന്യൂ, ആരോഗ്യം, പോലീസ്, ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യമായിട്ടുള്ള ഇവിടെ ക്യാമ്പിൽ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ അംബേദ്കർ സങ്കേതത്തിലെ കുടുംബങ്ങളെയും മണ്ണിടിച്ചൽ ഭീഷണിയെ തുടർന്ന് കരിക്കോട്ടക്കര UP സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പെരുവ ചെമ്പുക്കാവ് വനഭാഗത്ത് ഉരുൾപൊട്ടലിൽ കണ്ണവം പുഴയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കൊട്ടിയൂർ റേഞ്ച് ഓഫീസിൽ വെള്ളം കയറി ഫയലുകൾ ഉൾപ്പെടെ നശിച്ചു. പെരുവ ചെമ്പുക്കാവ് വനഭാഗത്ത് ഉരുൾപൊട്ടലിൽ കണ്ണവം പുഴയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലായിരുന്നു കൊട്ടിയൂർ റേഞ്ച് ഓഫീസിൽ ഉൾപ്പെടെ വെള്ളം കയറിയത്. 1.5 മീറ്ററോളം ഉയരത്തിലായിരുന്നു റേഞ്ച് ഓഫീസിൽ വെള്ളം കയറിയത്. ഓഫീസിലെ 95% ഫയലുകൾ, രജിസ്റ്ററുകൾ, കമ്പ്യൂട്ടർ, മറ്റ് ഓഫീസ് ഉപകരണങ്ങളും ചെളിയും വെള്ളവും കയറി നനഞ്ഞ് ഉപയോഗശൂന്യമായി. ഓഫീസ് ഫയലുകൾ സുരക്ഷിതമായി ഷെൽഫിലാണ് സൂക്ഷിച്ചിരുന്നുവെങ്കിലും ഷെൽഫിൻ്റെ വിടവിലൂടെ വെള്ളം കയറിയതാണ് ഫയലുകൾ നശിക്കാൻ കാരണമായത്. കൂടാതെ ഓഫീസ് കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന വിവിധ കേസുകൾ ഉൾപ്പെട്ട തൊണ്ടിമുതലുകളായ മരത്തടികൾ വെള്ളത്തിൽ ഒഴുകിപ്പോകുകയും വാഹനങ്ങളിൽ വെള്ളവും ചെളിയും കയറി നശിക്കുകയും ചെയ്തു. ഓഫീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന തോലമ്പ്ര സെക്ഷൻ ഓഫീസിൽ ജീവനക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും അർദ്ധരാത്രിയിൽ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഓഫീസും പരിസരവും മുഴുവനായും ചെളി നിറഞ്ഞ അവസ്ഥയാണ്. നഷ്ടപ്പെട്ട ഫയലുകളുടെ വിശദമായ പരിശോധന നടത്തിവരികയാണ്. ഓഫീസും പരിസരങ്ങളും വൃത്തിയാക്കുന്ന പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുന്നു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. തകർന്ന പരിപ്പുതോട് താൽക്കാലിക പാലം നാട്ടുകാർ പുനർനിർമ്മിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് പാലം തകർന്നത്. കീഴ്പള്ളി വിയറ്റ്നാം മേഖലകളെ ബന്ധിപ്പിക്കുന്ന പരിപ്പുതോട് താൽക്കാലിക പാലമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ചത്. നേരത്തെയുണ്ടായിരുന്ന അപകടാവസ്ഥയിലുള്ള പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി 2 തൂണുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിന് സമീപത്തായാണ് താൽക്കാലിക പാലം പണിതത്. വിയറ്റ്നാം, കംബോഡിയ മേഖലയിലായി 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവരുടെ ഏക ആശ്രയമായിരുന്നു ഈ പാലം. ഈ താൽക്കാലിക പാലം തകർന്നതോടെ ഈ മേഖലയിലുള്ള ആളുകൾ ഒറ്റപ്പെട്ടു. ഇതേക്കുറിച്ച് ഹൈവിഷൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടും ചെയ്തിരുന്നു. നാട്ടുകാർ മുൻകൈയെടുത്ത് തെങ്ങ് കൊണ്ടുവന്ന് ശ്രമദാനത്തിലൂടെയാണ് പുതിയ താൽക്കാലിക പാലം പണിതത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.
CPIM നേതാക്കൾ തലശ്ശേരി ബാവലി അന്തർസംസ്ഥാന പാതയിലെ വിള്ളലുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ചു. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TK ഗോവിന്ദൻ, P പുരുഷോത്തമൻ, പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് M രാജൻ, വാർഡ് മെമ്പർ ജിമ്മി അബ്രഹാം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. പെരുവപ്പാലയത്ത് വയൽ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ് CPIM നേതാക്കൾ സന്ദർശിച്ചു. പെരുവപ്പാലയത്ത് വയൽ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ് CPM നേതാക്കൾ സന്ദർശിച്ചു. തെറ്റുമൽ, കുന്നുവളപ്പ്, കൊളപ്പ എന്നീ സ്ഥലങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് 18 കുടുംബങ്ങളിൽ നിന്നുള്ള 41 പേരെയാണ് ക്യാമ്പിൽ പാർപ്പിച്ചിരിക്കുന്നത്. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുധാകരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VG പത്മനാഭൻ, M രാജൻ, CITU ജില്ലാ കമ്മിറ്റി അംഗം PV പ്രഭാകരൻ, K രജീഷ്, K രതീശൻ തുടങ്ങിയവരാണ് ക്യാമ്പ് സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. കുനിത്തലയിൽ കനത്ത മഴയിൽ നാശനഷ്ടമുണ്ടായ വീടുകൾ CPIM ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ സന്ദർശിച്ചു. കുനിത്തലയിൽ കനത്ത മഴയിൽ നാശനഷ്ടമുണ്ടായ വീടുകൾ CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ സന്ദർശിച്ചു. ചൗള നഗറിലെ ജെയിൻ ജോസഫ്, വാഴക്കാലയിൽ സുദർശനൻ, AK സുനിൽ എന്നിവരുടെ വീടുകളാണ് സന്ദർശിച്ചത്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് V ഷാജി, മണ്ഡലം സെക്രട്ടറി CK ചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ഷിജിത് വായനൂർ, ലോക്കൽ കമ്മിറ്റി അംഗം M രാധാകൃഷ്ണൻ, കിസാൻ സഭ മണ്ഡലം കമ്മിറ്റി അംഗം സുരേഷ് ബാബു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ചെടിക്കുളം പ്രിയദർശിനി വെൽഫെയർ സൊസൈറ്റിയുടെയും കീഴ്പള്ളി CHSCയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലാലു ഭാസ്കരൻ അനുസ്മരണവും മെഡിക്കൽ ക്യാമ്പും ചെടിക്കുളത്ത് വെച്ച് നടന്നു. ചെടിക്കുളം പ്രിയദർശിനി വെൽഫെയർ സൊസൈറ്റിയുടെയും കീഴ്പള്ളി CHSCയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലാലു ഭാസ്കരൻ അനുസ്മരണവും മെഡിക്കൽ ക്യാമ്പും ചെടിക്കുളത്ത് വെച്ച് നടന്നു. ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. വിഷയങ്ങളുടെ നടുക്ക് ഇന്ന് രാവിലെ മുതലുള്ള ഇന്നലെയുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ നടുക്ക് ഒരു ഇതിന്റെ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ ലിജുവിനെ പോലെ നമ്മുടെ കൂടെ, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയാസദാന്റെ ഡോക്ടറുടെ കൂടെ സന്തോഷ സഹചാരിയായി നടന്നിരുന്ന നമ്മുടെ നാട്ടിലെ പൊന്നോമന ശ്രീ ലാലുവിന്റെ സ്മരണാർത്ഥവും കൂടിയാണ് ഈ ക്യാമ്പ് എന്നത് ഞാൻ കൃത്യമായിട്ട് എൻ്റെ മനസ്സിന്റെ തള്ളനെ കൊണ്ട് എനിക്കത് പെട്ടെന്ന് ഓർമ്മിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശ്രീ ലാലുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മുടെ കൂടെ ശ്രീ ലിജുവിന്റെ കൂടെ തന്നെ നമ്മളോടൊപ്പം ഈ നാട്ടിലുടനീളം നടക്കുന്നതായിട്ട് മാത്രമല്ല തോന്നുന്നത് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞതായിട്ട് എനിക്ക് ഇന്നലെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ശ്രീ ലാലുവിന്റെ മരണാനന്തര ജീവിതത്തിൽ അദ്ദേഹത്തിന് കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ബിനോയ് പന്നിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ജെസി ഉമ്മിക്കുഴിയിൽ, മാത്തിക്കുട്ടി പന്തപ്ലാക്കൽ, നിബിൻ ചിമ്മിനിക്കാട്, ഡോക്ടർ പ്രിയ സദാനന്ദൻ, ലിജു ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. വാണിജ്യം. എടക്കാട് കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ എടൂരിൽ കോൾഡ് സ്റ്റോറേജ് ആൻഡ് വിഷരഹിത പച്ചമത്സ്യം സ്റ്റാൾ തുറന്നു. എടക്കാട് കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ എടൂരിൽ കോൾഡ് സ്റ്റോറേജ് ആൻഡ് വിഷരഹിത പച്ചമത്സ്യം സ്റ്റാൾ തുറന്നു. ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ തോമസ് വടക്കേമുറിയിൽ ആദ്യ വിൽപ്പന നടത്തി. വാർഡ് മെമ്പർ ജോസ് സന്ധ്യാംകുളം ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ചരമം. മീത്തിലെ പുന്നാടിലെ KK പ്രസന്നൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. ഭാര്യ വത്സല, സഹോദരങ്ങൾ പ്രേമച്ച, ശോഭന. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ. ഇരട്ടി നേരംപോക്ക് ബാലക്കണ്ടി രാമുണ്ണി റോഡിൽ ഉജ്ജയിനിയിൽ കണ്ണിത്ത് കൗസല്യ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. മകൻ രവീന്ദ്രൻ, മരുമകൾ പരേതയായ KP പ്രസന്ന. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ. നെടുമ്പോയിൽ കറ്റ്യാട് പാടശ്ശേരി വീട്ടിൽ താമസിക്കുന്ന പിണറായി ചേരിക്കലിലെ മാണിയത്ത് അജയകുമാർ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ഭാര്യ പ്രസന്ന, മക്കൾ അശ്വിൻ, അശ്വതി. അടയ്ക്കാത്തോടിലെ പരേതനായ മുതുകാട്ടിൽ അബ്രാഹമിന്റെ ഭാര്യ മേരി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. മക്കൾ മോളി, തങ്കച്ചൻ, ലാലി, ബെന്നി, ജോയി, ബിനു. പരേതരായ ബാബു, ജോജി. മരുമക്കൾ പാപ്പച്ചൻ, കുഞ്ഞുമോൾ, ബെന്നി, സിജി, പ്രിയ, റീമ. മടത്തന ഓടംതോടിലെ ഇടത്താഴെ ചാക്കോ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഭാര്യ മേരി, മക്കൾ ജെയിംസ്, തോമസ്, ജോഷി, ജാൻസി, ജെയ്സൺ. മരുമക്കൾ ഷീല, ജെസി, സാബു, സിന്ധു, റീച്ച. കല്ലുവയലിലെ വ്യാപാരി അനന്തോത്ത് CK രവീന്ദ്രൻ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ സരസ്വതി. മക്കൾ സരീഷ്, സരിത, സജിന. മരുമക്കൾ വിനോദ്, ജയൻ, അശ്വതി. സംസ്കാരം വ്യാഴാഴ്ച 3 മണിക്ക് വീട്ടുവളപ്പിൽ.
വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 223, പേരാവൂർ 223, കൊട്ടിയൂർ 222. റബ്ബർ ലോട്ട് ഇരിട്ടി 200, പേരാവൂർ 213, കൊട്ടിയൂർ 212. ഒട്ടുപാന്ത് ഇരിട്ടി 130, പേരാവൂർ 138, കൊട്ടിയൂർ 135. കുരുമുളക് ഇരിട്ടി 625, പേരാവൂർ 635, കൊട്ടിയൂർ 630. കൊട്ടടിക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 320. നീ വന്നു പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6400, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം, മരണസംഖ്യ 200 കടന്നു. പ്രദേശത്ത് രക്ഷാദൌത്യം തുടരുന്നു. വയനാട് മുണ്ടക്കയിൽ ദുരന്തഭൂമിയിലേക്കുള്ള സന്ദർശനം. കൊട്ടിയൂർ ചെക്ക് പോസ്റ്റിൽ കർശന പരിശോധനയും ഗതാഗത നിയന്ത്രണവും. കണിച്ചാർ പഞ്ചായത്തിലും ഭൂമിയിൽ വിള്ളൽ. സെമിനാരി വില്ലയിലെ എസ്റ്റേറ്റിൽ 3 ഏക്കറോളം ഭൂമിയാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. വെള്ളറ നിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. മണ്ണിടിച്ചിൽ ഭീഷണി, കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇരട്ടിയിൽ 2ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പ്. മലവെള്ളപ്പാച്ചിലിൽ തകർന്ന കീഴ്പള്ളി പരിപ്പുത്തോട് താൽക്കാലിക പാലം നാട്ടുകാർ പുനർനിർമ്മിച്ചു. ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.